നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശ്രീമതി ടീച്ചറോടുള്ള മാപ്പ് എൻ്റെ ഔദാര്യമാണ്. ബന്ധുക്കൾ കളിയാക്കുന്നുവെന്ന് പറഞ്ഞ് ടീച്ചർ കരഞ്ഞുവെന്ന് ബി ഗോപാലകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ. അപകീർത്തി കേസിൽ CPM നേതാവ് PK ശ്രീമതിയോട് പരസ്യമായി മാപ്പ് പറഞ്ഞതിന് പിന്നാലെ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് BJP നേതാവ് ബി ഗോപാലകൃഷ്ണൻ. കേരള രാഷ്ട്രീയത്തിന് താനൊരു മാതൃക കാണിക്കുകയാണ് ഇതിലൂടെ ചെയ്തതെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. മാപ്പ് പറച്ചിലിന് പിന്നാലെ ഉണ്ടായ സൈബർ ഇടങ്ങളിലെ പരിഹാസങ്ങൾക്കും ആക്രമണങ്ങൾക്കുമുള്ള മറുപടി കൂടിയായിട്ടാണ് ഗോപാലകൃഷ്ണന്റെ ഈ വിശദീകരണം വന്നത്. എന്നാൽ ഗോപാലകൃഷ്ണൻ ഇതങ്ങോട്ട് പറഞ്ഞു തീർന്നതും ട്രോളുകളുടെ പെരുമഴയാണ്. അതുമാത്രമല്ല, സൈബർ കൂട്ടം കമ്മികൾ ഇറങ്ങി ഗോപാലകൃഷ്ണനെതിരെ തിരിഞ്ഞിട്ടുമുണ്ട്. അതായത് PK ശ്രീമതിക്ക് ഞാൻ ഔദാര്യം കൊടുത്തതാണ് എൻ്റെ മാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനകൾ CPMകാരെ അങ്ങ് ചൊടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ CPMകാർ ഗോപാലകൃഷ്ണനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. 2018 ജനുവരി 25 ചാനൽ ചർച്ചയിൽ ശ്രീമതിക്കും കുടുംബത്തിനുമെതിരെ നടത്തിയ പരാമർശത്തിലാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ പരസ്യമായി ഗോപാലകൃഷ്ണൻ മാപ്പ് പറഞ്ഞത്. ഒത്തുതീർപ്പിനായി ഇരുവരും വ്യാഴാഴ്ച ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. അപകീർത്തി കേസിൽ ഖേദപ്രകടനം തന്റെ ഔദാര്യമെന്ന ഗോപാലകൃഷ്ണന്റെ വാദങ്ങൾ തെറ്റാണ് എന്ന് PK ശ്രീമതി പ്രതികരിച്ചു. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും PK ശ്രീമതി പറഞ്ഞു. അതേസമയം ഖേദം പ്രകടിപ്പിക്കാൻ ഗോപാലകൃഷ്ണൻ സന്നദ്ധത അറിയിച്ചുവെന്നാണ് ഒത്തുതീർപ്പ് രേഖയിൽ വ്യക്തമാക്കുന്നത്. തന്റെ ഔദാര്യമാണ് ഖേദപ്രകടനമെന്നായിരുന്നു ഗോപാലകൃഷ്ണന്റെ വാദം. എന്നാൽ ഖേദം പ്രകടിപ്പിക്കാമെന്ന ധാരണയിലാണ് കേസ് അവസാനിപ്പിച്ചതെന്ന് കോടതി രേഖയിലാണ് വ്യക്തമാക്കുന്നത്. ഗോപാലകൃഷ്ണന്റെ വാദത്തോടും ഫേസ്ബുക്ക് പോസ്റ്റിനോടും തൽക്കാലം മറുപടി ഇല്ലെന്ന് PK ശ്രീമതി വ്യക്തമാക്കുന്നത്. അപകീർത്തി കേസിൽ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയിൽ നേരിട്ടെത്തി BJP നേതാവ് ഗോപാലകൃഷ്ണൻ മാപ്പ് പറഞ്ഞതും മുൻമന്ത്രി കൂടിയായ CPM നേതാവ് PK ശ്രീമതി ഇത് സ്വീകരിച്ചതും. PK ശ്രീമതി ആരോഗ്യമന്ത്രിയായിരിക്കെ ശ്രീമതിയുടെ മകനും കോടിയേരി ബാലകൃഷ്ണന്റെ മകനും ചേർന്ന് മരുന്ന് കമ്പനി നടത്തിയെന്നും ഈ കമ്പനിക്ക് സർക്കാർ ആശുപത്രികളിൽ മരുന്ന് വിതരണം ചെയ്യാനുള്ള കരാർ നൽകിയെന്നും ഗോപാലകൃഷ്ണൻ ചാനൽ ചർച്ചയിൽ ആരോപിച്ചിരുന്നു. ഇതിനെ തുടർന്ന് കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ശ്രീമതി കേസ് ഫയൽ ചെയ്യുകയായിരുന്നു. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗോപാലകൃഷ്ണൻ ഹൈക്കോടതിയിൽ ഹർജി നൽകി. ഒടുവിൽ മധ്യസ്ഥതയിലൂടെ പ്രശ്നം പരിഹരിക്കാമെന്ന തീരുമാനത്തിൽ ഇരുവരും എത്തുകയായിരുന്നു. ശ്രീമതിയുടെ മകനെതിരെ സംസാരിച്ചത് PT തോമസ് സംസാരിച്ചതുകൊണ്ടാണെന്നും കൃത്യമായ തെളിവില്ലെന്ന് പിന്നീട് മനസ്സിലായി എന്നും അതിനാലാണ് ഖേദം പ്രകടിപ്പിച്ചതെന്നും ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് ഫേസ്ബുക്കിലൂടെ ഗോപാലകൃഷ്ണൻ വിശദീകരണവുമായി രംഗത്ത് വന്നത്. ഗോപാലകൃഷ്ണന്റെ കുറിപ്പ് നോക്കാം. ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടണം എന്ന് യാതൊരു താല്പര്യവുമില്ലായിരുന്നു. പക്ഷേ എന്താണ് സംഭവമെന്ന് എല്ലാവരും അറിയണമല്ലോ. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഔദാര്യമാണ് എൻ്റെ ഖേദം. ഇത് മാതൃകയാകട്ടെ എന്ന് കരുതി രേഖപ്പെടുത്തിയതാണ്. കോടതി പറഞ്ഞിട്ടോ കേസ് നടത്തിയിട്ടോ അല്ല. ഒരു സ്ത്രീയുടെ അന്തസ്സിന് ക്ഷതം സംഭവിച്ചു എന്ന് നേരിട്ട് ശ്രീമതി ടീച്ചർ പറഞ്ഞപ്പോൾ അന്തസ്സായ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി ഞാൻ കേരള രാഷ്ട്രീയത്തിന് മാതൃകയാക്കാനാണ് ഖേദം രേഖപ്പെടുത്തിയത്. ശ്രീമതി ടീച്ചറുടെ മകൻ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ എന്ന തട്ടിപ്പ് കമ്പനിയുടെ ഡയറക്ടറാണെന്നും ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയായ കാലത്ത് അനഭിമത ഇടപാട് നടത്തിയെന്നുമുള്ള അന്തരിച്ച MLA PT തോമസിന്റെ ആരോപണം ഞാൻ ചാനൽ ചർച്ചയിൽ പറഞ്ഞതായിരുന്നു എനിക്കെതിരെയുള്ള ആരോപണം. എനിക്കെതിരെ കേസ് കൊടുത്ത ടീച്ചറുടെ വക്കീൽ പറഞ്ഞു കേസ് നിലനിൽക്കില്ല. കാരണം PT തോമസ് പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യം ആവർത്തിച്ചതാണ്. ഇത് മനസ്സിലാക്കിയ വക്കീൽ ടീച്ചറെ ഉപദേശിച്ച് ഒത്തുതീർപ്പ് വെച്ച് തീർക്കുക. കണ്ണൂർ കോടതിയിൽ ഒത്തുതീർപ്പ് വെച്ചു. ഒത്തുതീർപ്പ് സമയത്ത് ശ്രീമതി ടീച്ചർ കണ്ണൂർ ജില്ലയിലെ അവരുടെ ബന്ധുക്കൾ കളിയാക്കുന്നതടക്കം പറഞ്ഞ് വിഷമിച്ച് കരഞ്ഞപ്പോൾ ഒരു സ്ത്രീയുടെ കണ്ണുനീരിന് എൻ്റെ രാഷ്ട്രീയത്തെക്കാൾ വിലയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഞാൻ രാഷ്ട്രീയത്തിൻ്റെ അന്തസ്സിന് ഖേദം പറയാം എന്ന് പറഞ്ഞു. ഇതാണ് ഖേദം. കേസ് തീർന്നപ്പോൾ ടീച്ചർ ഖേദം പത്രക്കാരോട് പറയണമെന്ന് എന്നോട് അഭ്യർത്ഥിച്ചു. ടീച്ചർ വിളിച്ചു വരുത്തിയ പത്രക്കാരോട് ഇതൊന്നും പറയാതെ എനിക്ക് പോകാമായിരുന്നു, കാണാതിരിക്കാമായിരുന്നു, മറ്റൊരു ദിവസത്തേക്ക് വരാം എന്ന് പറയാമായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ എന്നും ഓർക്കുന്ന ഒരു മാതൃകയാകട്ടെ എൻ്റെ ഖേദമെന്ന് ഞാൻ ചിന്തിച്ച് ഉറപ്പിച്ചു പറഞ്ഞതാണ്. ആരും പറയിച്ചതല്ല, ആവശ്യപ്പെട്ടതുമല്ല. പറയേണ്ട കാര്യവും എനിക്കില്ല. കേസ് നടത്തിയിട്ടുമില്ല. നടത്തിയാൽ എനിക്കെതിരെ ഒന്നും ചെയ്യാനും പറ്റില്ല. പക്ഷേ എൻ്റെ അന്തസ്സായ രാഷ്ട്രീയ തീരുമാനമായി ഞാൻ ഖേദം രേഖപ്പെടുത്തി. ഇതൊന്നും അറിയാത്ത അന്തം കമ്മികൾ വെറുതെ പൊലിപ്പിച്ചിട്ട് വിവരക്കേട് പറയുന്നു. ശ്രീമതി ടീച്ചർ എന്നോട് നന്ദിയും നല്ലത് വരും എന്ന് പറഞ്ഞാണ് പിരിഞ്ഞത്. അതെന്തുകൊണ്ട് എന്ന് അന്തം കമ്മികളെ അറിയുക.
മറ്റൊരു പ്രധാന കാര്യം, ടീച്ചറോട് ഞാൻ ഡിവൈഎഫ്ഐ നേതാവ് അരുൺകുമാർ സാക്ഷി നിർത്തി പറഞ്ഞു. മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ എന്ന തട്ടിപ്പ് കമ്പനിയുടെ ഡയറക്ടർമാർ കണ്ണൂരിലെ പ്രസിദ്ധ CPM നേതാക്കളായി അന്തരിച്ച ചിലരുടെ മക്കളാണെന്ന രേഖകൾ മനോരമ പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ കാര്യം പറയരുത് എന്ന ടീച്ചറുടെ അഭിപ്രായം ഞാൻ അംഗീകരിച്ചത് രാഷ്ട്രീയ അന്തസ്സിന് വേണ്ടിയാണ്. CPM നേതാക്കളുടെ മക്കളുടെ പേരുണ്ടായിരുന്നെങ്കിലും ടീച്ചറുടെ മകന്റെ പേര് കണ്ടെത്തിയില്ലാത്ത സാഹചര്യത്തിലാണ് എൻ്റെ സ്വന്തം തീരുമാനപ്രകാരം ഖേദം രേഖപ്പെടുത്തിയത്. അത് ദുർവ്യാഖ്യാനം ചെയ്യുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, അന്തസ്സുള്ളവർക്ക് മനസ്സിലാകും, അല്ലാത്തവർ കുരയ്ക്കും. ഞാൻ അന്തസ്സിന് നിരക്കാത്തതായി ഒന്നും ചെയ്യില്ല. എൻ്റെ നിശ്ചയത്തിൽ നിന്ന് പിന്നോട്ടില്ല. പണ്ട് PS ശ്രീധരൻ പിള്ളയോട് മാപ്പ് പറഞ്ഞ ദേശാഭിമാനിയും ഇപ്പോൾ ഞാൻ ഫയൽ ചെയ്ത മാനഹാനി കേസിൽ തൃശൂർ CJM കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത ഗോവിന്ദനും നടക്കുന്നുണ്ടെന്ന കാര്യം ഈ കൂട്ടർ മറക്കണ്ട. ഇതായിരുന്നു ഗോപാലകൃഷ്ണൻ പങ്കുവച്ച കുറിപ്പ്. എന്നാൽ കോടതിയിൽ തന്നെ ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കിയതാണ് ഖേദം പ്രകടിപ്പിക്കാമെന്നും മാപ്പ് പറയാമെന്നും. അതാണ് നടന്നിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഗോപാലകൃഷ്ണൻ വീണ്ടും ഞാൻ വന്ന് ഒരു ഔദാര്യം, എൻ്റെ ഔദാര്യമാണ് ഈ മാപ്പ് പറച്ചിൽ എന്ന് പറയുകയായിരുന്നു. അത് വീണ്ടും വിവാദത്തിലായി. ശ്രീമതി ഇതിനോട് കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്നാൽ CPMന്റെ അണികൾ ഇതൊരു വലിയ വിഷയമായി എടുത്തിരിക്കുകയാണ്. ഗോപാലകൃഷ്ണൻ അതിരുകടന്ന പ്രസ്താവനകളാണ് നടത്തിയതെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ CPMകാർ പൊലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നും സൈബർ ഇടങ്ങളിൽ വരുന്ന ഇത്തരം പോസ്റ്റുകൾക്ക്, ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾക്ക് മറുപടി കൊടുക്കാനോ കമൻ്റ് ഇടാനോ CPM അണികൾ നിൽക്കരുത് എന്നാണ് മുതിർന്ന നേതാക്കൾ ഉത്തരവിട്ടിരിക്കുന്നത്.